നമസ്കാരം. ഗൾഫ് മേഖലയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും കടുത്ത ഭീതിയിലാഴ്ത്തി ഹോർമോസ് കടലിടുക്കിലെ തർക്കം മൂർച്ഛിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ പുനരാരംഭിച്ച US-ഇറാൻ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെ തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചു. എന്നാൽ അന്താരാഷ്ട്ര ജലപാതയ്ക്കുമേൽ ഇറാന് യാതൊരുവിധ നിയന്ത്രണവുമില്ലെന്നും കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ വാണിജ്യ കപ്പലുകൾക്കുമായി ഈ പാത തുറന്നു തന്നെ കിടക്കുകയാണെന്നും പ്രഖ്യാപിച്ച് US സൈന്യം രംഗത്തെത്തിയതോടെ ഗൾഫ് മേഖല അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ ആഴ്ച മുതൽ പുനരാരംഭിച്ച സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ഹോർമോസ് അടച്ചിട്ടതായി ഇറാൻ പ്രഖ്യാപിച്ചത്. ഇറാന് ഹോർമോസ് കടലിടുക്ക് ആണവ ബോംബുകളെക്കാൾ പ്രധാനമാണെന്നും അത് സംരക്ഷിക്കുമെന്ന് അവരുടെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് മേജർ ജനറൽ മൊഹ്സിൻ റസായി പറഞ്ഞു. ഈ തന്ത്രപരമായ പാത ഡസൻ കണക്കിന് ആണവ ബോംബുകളെക്കാൾ പ്രധാനമാണ്. ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക് അത് സംരക്ഷിക്കും, റസായി പറഞ്ഞു. എന്നാൽ ഹോർമോസ് ഗതാഗതത്തിനായി തുറന്നിരിക്കുന്നുവെന്നും സംരക്ഷണത്തിന് തങ്ങളുടെ സൈന്യം ഉണ്ടെന്നുമാണ് US അവകാശപ്പെടുന്നത്. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്രമായ ഗതാഗത പാതകൾ തുറന്നു തന്നെ കിടക്കുന്നു. ആഗോളതലത്തിൽ ചരക്കുകളും ഊർജവും കടത്തിവിടാൻ വാണിജ്യ കപ്പലുകൾ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര ജലപാതയ്ക്ക് മേൽ ഇറാന് നിയന്ത്രണമില്ല. കഴിഞ്ഞ 2 മാസത്തിനിടെ 800-ലധികം കപ്പലുകളുടെയും 400 ദശലക്ഷത്തിലധികം ബാരൽ ക്രൂഡ് ഓയിലിന്റെയും സുരക്ഷിതമായ യാത്രയ്ക്ക് US സേന സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ 140-ലധികം കപ്പലുകൾ ഈ കടലിടുക്കിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് പൂർണ്ണമായ സുരക്ഷ ഒരുക്കുമെന്നും നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കാനായി തങ്ങളുടെ സേന സജ്ജമാണെന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇറാന്റെ അനാവശ്യമായ ഭീഷണികളെ പ്രതിരോധിക്കാൻ സൈന്യത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ചരക്കുകളും ഊർജവും കടത്തിവിടാൻ വാണിജ്യ കപ്പലുകൾ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര ജലപാതയ്ക്ക് മേൽ ഇറാന് യാതൊരുവിധ അവകാശവുമില്ലെന്നാണ് US സൈന്യം കണക്കുകൾ നിരത്തി അവകാശപ്പെട്ടത്. എന്നാൽ ഇറാന്റെ നിലപാട് ഇതിന് വിരുദ്ധമാണ്. തങ്ങൾക്ക് ആണവ ബോംബുകളെക്കാൾ പ്രാധാന്യമുള്ളതും മൂല്യവത്തായതുമായ സ്വത്താണ് ഹോർമോസ് കടലിടുക്കെന്നും എന്ത് വില കൊടുത്തും അതിന്മേലുള്ള നിയന്ത്രണം സംരക്ഷിക്കുമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് മേജർ ജനറൽ മൊഹ്സിൻ റസായി പ്രതികരിച്ചത്. ഹോർമോസിൽ വച്ച് വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന വെടിനിർത്തൽ അവസാനിച്ചതും സംഘർഷം വീണ്ടും പുനരാരംഭിച്ചതും. ഒരാഴ്ചക്കിടെ അമേരിക്ക 3 തവണയാണ് ഇറാനെതിരെ ശക്തമായ വ്യോമാക്രമണം നടത്തിയത്. ഇതിന് പ്രത്യാക്രമണമെന്നോണം ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ, ഖത്തർ, ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ ഹോർമോസ് പാത പൂർണ്ണമായും അടയ്ക്കുകയാണെന്ന പ്രഖ്യാപനം ഇറാൻ നടത്തിയത്. ഒരാഴ്ചക്കിടെ അമേരിക്ക 3 തവണയാണ് ഇത്തരത്തിൽ ഇറാനെതിരായ ആക്രമണം നടത്തിയത്. ഇതേ തുടർന്ന് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം അഴിച്ചുവിടുകയും ഹോർമോസ് കടലിടുക്ക് അടച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. നിലവിൽ സംഘർഷം കൈവിട്ടു പോകുന്ന സാഹചര്യമാണുള്ളത്. ഇത് ഗുരുതരമായ യുദ്ധ സാഹചര്യത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത്. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ, ഖത്തർ, ഒമാൻ എന്നീ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ കഴിഞ്ഞ ഞായറാഴ്ച ആക്രമണം നടത്തിയതായി ഇറാൻ പറഞ്ഞിരുന്നു. അമേരിക്ക നടത്തുന്ന തുടർച്ചയായ സൈനിക ആക്രമണങ്ങളിൽ ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കും കടുത്ത അതൃപ്തിയുണ്ട്. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഒമാൻ രാജ്യത്തെ ഇറാൻ സ്ഥാനപതിയെ നേരിട്ട് വിളിച്ചു വരുത്തി തങ്ങളുടെ ശക്തമായ ആശങ്കയും അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ നിയന്ത്രണം വിട്ടു പോകുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇരുഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.